നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ നിയമം കൂടുതൽ കർശനമാണ്. സ്വകാര്യ കമ്പനികൾക്ക് സ്വദേശിവൽക്കരണ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഇനി 1.5 മാസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം പുറത്തിറക്കിയ അറിയിപ്പിൽ നിയമം കർശനമായി നടപ്പിലാക്കണമെന്നും സ്വദേശിവൽക്കരണ നിബന്ധന ഇനിയും പൂർത്തിയാക്കിയിട്ടില്ലാത്ത കമ്പനികളെ അത് പൂർത്തിയാക്കാൻ മന്ത്രാലയം സഹായിക്കുമെന്നും പറയുന്നു. 50 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ അവരുടെ എമിറേറ്റൈസേഷൻ നിരക്ക് മൊത്തത്തിലുള്ള വൈദഗ്ധ്യമുള്ള ജോലിയുടെ 2% ഉയർത്തണം. 2023 ജനുവരി മുതൽ ഇത് നടപ്പാക്കാത്ത കമ്പനികൾക്ക് പിഴ ചുമത്തി തുടങ്ങും. 2026ഓടെ സ്വദേശിവൽക്കരണം 10% ഉയർത്താനും നിർദ്ദേശമുണ്ട്. നിയമം ലംഘിക്കുന്ന കമ്പനിയിൽ നിന്ന് ഒരു സ്വദേശിക്ക് മാസത്തിൽ 6000 ദിർഹം എന്ന തോതിൽ കണക്കാക്കി വർഷത്തിൽ 72,000 ദിർഹം വീതമായിരിക്കും ഈടാക്കുക. അതേസമയം സ്വദേശിവൽക്കരണ നിബന്ധന പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ സേവന ഫീസിലെ ഇളവ് ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. നിശ്ചിത പരിധിയിൽ നിന്നും 3 മടങ്ങ് സ്വദേശികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് ആനുകൂല്യങ്ങളുമുണ്ട്. ഈ കമ്പനികളിലെ തൊഴിലാളി വർക്ക് പെർമിറ്റ് ഫീസ് 3750 ദിർഹത്തിൽ നിന്ന് 250 ദിർഹമാക്കി കുറയ്ക്കും. സ്വദേശിവൽക്കരണ തോത് 2 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന കമ്പനിക്ക് 1200 ദിർഹവും പരിധി നടപ്പാക്കിയ കമ്പനിക്ക് 3450 ദിർഹവുമാണ് വർക്ക് പെർമിറ്റ് ഫീസ്. ഈ കമ്പനികളിലെ സ്വദേശി GCC പൗരന്മാരുടെ വർക്ക് പെർമിറ്റ് ഫീസ് ഒഴിവാക്കി നൽകും. ഇതിന്റെ എല്ലാം പരിണിതഫലം ഉണ്ടാകുന്നത് തീർച്ചയായും പ്രവാസികൾക്കായിരിക്കും. വിദഗ്ധരായ സ്വദേശി ജീവനക്കാർക്ക് അതേ തസ്തികയിൽ ജോലി ചെയ്യുന്ന വിദേശികളെക്കാൾ 40% കൂടുതലാണ് വേതനം ലഭിക്കുക. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഉയർന്ന തസ്തികകളിൽ എത്തിയ സ്വദേശികളുടെ എണ്ണത്തിൽ 16.7% വളർച്ചയുണ്ടായി. UAE കൂടാതെ ഒമാൻ, കുവൈറ്റ്, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും ഇപ്പോൾ സ്വദേശിവൽക്കരണം ശക്തമാക്കാനാണ് തീരുമാനം. ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തെ ഇത് കാര്യമായി ബാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. സ്വദേശിവൽക്കരണം ശക്തമാകുന്നതോടെ നല്ലൊരു ശതമാനം സ്വദേശികൾക്കും തൊഴിൽ ലഭ്യമാകും. പക്ഷേ അത് മലയാളികൾ ഉൾപ്പെടെ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് ആശങ്കയിലാണ് പ്രവാസി സമൂഹം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.